ഹലോ ഗൈസ്, ഇന്ന് ബാലാവകാശ കമ്മീഷനും യൂണിസെഫും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫംഗ്ഷന് പങ്കെടുക്കാനാണ് പോകുന്നത്. ഹോട്ടൽ ഡിമോറയുടെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ മാഡവും സാറുമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. നമ്മളങ്ങനെ പേര് എഴുതി സൈനും ഇട്ട് വെൽക്കം ഡ്രിങ്കും കുടിച്ച് അകത്തേക്ക് നമ്മൾ ചെന്നപ്പോൾ കുറച്ച് താമസിച്ചു. എല്ലാവർക്കും എഴുതാനും വായിക്കാനുമായിട്ട് ബുക്കും പേനയൊക്കെ. അങ്ങനെ ഉദ്ഘാടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും വന്ന് അവരുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടില കോഫിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ പോയി. അടുത്ത ക്ലാസ്സിന് വേണ്ടി ഇവിടെ ഹാൾ സെറ്റ് ചെയ്യായിരുന്നു. ഈ സാറിന്റെ കിടിലൻ ക്ലാസ് ആയിരുന്നു. 1.5 മണിക്കൂർ പോയതുപോലെ അറിഞ്ഞില്ല. ആരോഗ്യത്തെ പറ്റിയും ഭക്ഷണ രീതിയെ പറ്റിയാണ് സാർ ക്ലാസ് എടുത്തത്. ക്ലാസ്സിന് ശേഷം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ആദ്യം കിട്ടിയ സൂപ്പും കുടിച്ച് അവിടെ ഇരുന്നപ്പോഴാണ് അപ്പുറത്ത് മറ്റു ഭക്ഷണങ്ങൾ ഉണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ കൈയും കഴുകി പ്ലേറ്റും എടുത്ത് ഞാനും ആ വരിയിൽ പോയി നിന്നു. ഒരുപാട് കണ്ടതുകൊണ്ട് എല്ലാം ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റിയില്ല. എങ്കിലും എനിക്ക് ആവശ്യമുള്ളത് ഞാൻ മേടിച്ച് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതിനുശേഷം ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമും ഐസ്ക്രീമും കണ്ട് അതും മേടിച്ച് ശേഷം നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അത്ഭുതം എന്നാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അസുഖത്തെ പറ്റി അറിഞ്ഞു. ആ അസുഖത്തിന്റെ പേര് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാണ്. ഇവിടെ വന്ന 2-3 കുട്ടികൾക്ക് ഈ അസുഖം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് ആ കുട്ടിയുടെ തെറ്റോ പാരന്റ്സിന്റെ തെറ്റോ കൊണ്ടല്ല ഈ അസുഖം അവർക്ക് വന്നത്. ഒരു കുട്ടിക്ക് 3 വയസ്സിൽ ആ കുട്ടിയുടെ ഷുഗർ ലെവൽ 500-ന് മേളിലാണെന്നാണ്. ഇപ്പോൾ ആ കുട്ടി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടി ഒരു ദിവസം 4-5 തവണ ഇൻസുലിൻ എടുക്കുകയും 4-5 തവണ ഡയബറ്റീസ് ചെക്ക് ചെയ്യേണ്ടിയും വരും. അതുപോലെ തന്നെ എന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെയും മദേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ശേഷം ഗ്രൂപ്പ് റെപ്രസെന്റേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയണമെന്ന രീതിയിൽ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ അടുത്തൊരു പേരന്റ് പറഞ്ഞു, മിഠായി പദ്ധതിയിലൂടെ മരുന്ന് കിട്ടാതെ നിരാശതയായിട്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഗവൺമെന്റ് ശരിയാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് അറിഞ്ഞൂടാത്തതുപോലെ തന്നെ ഈ ഇൻസുലിന്റെ അഭാവം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ഡയബറ്റീസ് രോഗത്തിന്റെ അവയർനെസ് എല്ലാവർക്കും എത്തിക്കണമെന്നും ഞാൻ പറഞ്ഞു. ബസ് ഞാൻ ചിന്തിച്ച ഒന്ന് മാത്രമാണ്, നമ്മൾ ഈ ആഹാരങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കഴിക്കാൻ പറ്റൂ. ഒരുപക്ഷെ എങ്ങാനും അമിതമായി കഴിഞ്ഞാൽ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്ത് ഇതിനെ കൺട്രോൾ ആക്കേണ്ടി വരുന്നു. അങ്ങനെ ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത ബാലാവകാശ കമ്മീഷനോടും യൂണിസെഫിനോടും നന്ദിയും പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ ജയന്തി മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫിയും എടുത്ത് പിന്നെ വേറെയും കുറേ സെൽഫിയൊക്കെ എടുത്ത് ഹോട്ടലിനോട് ചാറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ശരി.